ക്യാൻസർ ബാധിച്ച തന്റെ അവസ്ഥ കുറച്ച് സീരിയസ് ആണെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും രേണു സുധി. കീമോതെറാപ്പിക്ക് ശേഷമുള്ള ആരോഗ്യസ്ഥിതിയാണ് അവർ ഇൻസ്റ്റയിൽ പങ്കുവച്ചത്. ആദ്യ കീമോ കഴിഞ്ഞതിന് പിന്നാലെ കഠിനമായ ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെയും വേദനകളിലൂടെയുമാണ് താൻ കടന്നുപോകുന്നത്. നിലവിൽ കടുത്ത ക്ഷീണവും കഠിനമായ ശരീരവേദനയും കാരണം എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് താരം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രൊഫഷണൽ നഴ്സായ സ്വന്തം ചേച്ചിയാണ് ജോലിയിൽ നിന്ന് വരെ രാജിവെച്ച് രേണുവിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുള്ളത്. കടുത്ത ക്ഷീണം കാരണം തളർന്നിരിക്കുന്ന തനിക്ക് ചേച്ചിയാണ് ഭക്ഷണം വാരി നൽകുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് രേണു വികാരഹീനയായി പങ്കുവച്ചു. ഫസ്റ്റ് കീമോ കഴിഞ്ഞു, ചേച്ചി ഫുഡ് തരുന്നു, എനിക്ക് വയ്യ, നല്ല ക്ഷീണവും ശരീരവേദനയുമാണ്, പ്രാർത്ഥിക്കണേ എന്നാണ് രേണു കുറിച്ചത്. 3 ആഴ്ച കൂടുമ്പോൾ 1 വീതം 6 കീമോയാണ് ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് സർജറി ചെയ്യാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണുവിന്റെ നിലവിലെ ചികിത്സകൾ നടക്കുന്നത്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജാണ് തന്റെ തറവാടെന്നും എത്ര വർഷം മുന്നോട്ട് പോകുമെന്ന് അറിയില്ലെന്നും രേണു വ്യക്തമാക്കുന്നു. തനിക്കായി പ്രാർത്ഥിച്ചില്ലെങ്കിലും തന്റെ കുഞ്ഞിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താരം അഭ്യർത്ഥിച്ചു. കീമോയ്ക്ക് ശേഷം ഡോക്ടർ കാര്യങ്ങൾ ചേച്ചിയോടാണ് പറഞ്ഞത്. അവർ അതൊന്നും എന്നോട് പറഞ്ഞില്ല. ചിലപ്പോൾ സീരിയസ് ആയ കാര്യങ്ങളാകും. ഇവിടെ വീട്ടിൽ വന്നപ്പോഴും എൻ്റെ റൂമിൽ ഇരുത്തി കതകടച്ച് അകത്തിരുത്തിയിട്ടാണ് വീട്ടുകാരോടും കാര്യങ്ങൾ പറഞ്ഞത്, രേണു സുധി പറഞ്ഞു. മരുന്നിന് തന്നെ ലക്ഷങ്ങളാകും. അതൊന്നും ഞാൻ കരുതിയിട്ടില്ല. കുറച്ച് പരിപാടികൾ മുടങ്ങിപ്പോയിരുന്നു. പിരിവിന് വേണ്ടി പറയുന്നതല്ല. ചാനൽ പിന്തുണയ്ക്കണം, വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടാകണം, എന്നാലേ മരുന്നൊക്കെ മേടിക്കാൻ സാധിക്കൂ. ബിഗ് ബോസിലെ ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്നുവെന്നേ ഉള്ളൂ. എവിടെ നിന്നോ കിട്ടിയ ധൈര്യമാണിത്. പണ്ടേ ഞാൻ ഇങ്ങനെയാണ്. മനക്കരുത്തുണ്ട്. ബാക്കിയുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്, രേണു സുധി പറഞ്ഞു. തന്നോട് ശത്രുതയുള്ളവർ ഉണ്ടാകാമെന്നും എന്നാൽ താൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും രേണു ഓർമ്മിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആവർത്തിച്ചുള്ള സൂചി കുത്തലുകളുടെ വേദന ഒഴിവാക്കാനായി PICC ലൈൻ വഴിയാണ് രേണു ചികിത്സ തേടുന്നത്. രോഗം 3ാം സ്റ്റേജിലാണെന്നും ഹൃദയത്തിലെ മസിലുകളിലേക്കും ശ്വാസകോശത്തിലേക്കും ക്യാൻസർ വ്യാപിച്ചതായും അവസ്ഥ അല്പം മോശമാണെന്നും രേണു മുൻപ് വ്യക്തമാക്കിയിരുന്നു. ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന സാഹചര്യത്തിൽ തുടർച്ചയായ ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമുണ്ട്. ഇതോടൊപ്പം തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പണപ്പിരിവുകൾക്കെതിരെ രേണു ശക്തമായി പ്രതികരിച്ചു. താൻ ആരെയും പണം പിരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തന്നെ ജീവനോടെ കൊല്ലരുതെന്നും രേണു വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മുൻപത്തെ പോലെ ജോലി ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യമല്ല. അതിനാൽ സബ്സ്ക്രിപ്ഷൻ വഴിയും യൂട്യൂബ് ചാനലിലൂടെയും പരമാവധി വീഡിയോകൾ ചെയ്ത് ചികിത്സാ ചെലവിനുള്ള പണം കണ്ടെത്താനാണ് രേണു ശ്രമിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർ യൂട്യൂബ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നും വ്യാജ അക്കൗണ്ടുകളിൽ വഞ്ചിതരാകരുതെന്നും താരം കൂട്ടിച്ചേർത്തു.